പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമായ നിരവധി അപ്ഡേഷനുകളാണ് വാട്സപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മറ്റ് ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കേണ്ടിയിരുന്ന പലതും നമുക്കിപ്പോൾ വാട്സപ്പിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായി പറയുന്നത്, നമ്മുടെ മെമ്മറി ഫുള്ളാകാതിരിക്കാൻ നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്ന ഭാഗം ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നോ എന്ന ഭാഗം ടച്ച് ചെയ്ത് ഓക്കെ കൊടുത്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഫോട്ടോസോ വീഡിയോസോ എത്തുകയോ മെമ്മറി ഫുള്ളാവുകയോ ചെയ്യില്ല. എന്നാൽ ഇതിനു ശേഷവും നമുക്ക് ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോയോ ഗാലറിയിൽ ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതിന് നാം ഉദ്ദേശിക്കുന്ന ഫോട്ടോയോ വീഡിയോ ആദ്യം ടച്ച് ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന ഓപ്ഷനുകളിൽ സേവ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ മതി. അത് നമ്മുടെ ഗാലറിയിൽ കാണാവുന്നതാണ്. അതോടൊപ്പം അതിൻ്റെ താഴെയുള്ള സെറ്റ് ആസ് എന്ന ഓപ്ഷൻ കൂടെ പരിചയപ്പെടാം. അത് ടച്ച് ചെയ്താൽ നമുക്ക് ഈ ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആക്കാനും ഗ്രൂപ്പ് ഐക്കൺ ആക്കാനും അപ്രകാരം ഓരോ ചാറ്റിൻ്റെയും വാൾപേപ്പർ ആക്കാനും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. ഓൺലൈൻ ക്ലാസ്സുകൾക്കും മറ്റും നാം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഗൂഗിൾ മീറ്റ്, സൂം പോലത്തെ ആപ്ലിക്കേഷനുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിലൂടെ തന്നെ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കോൾ എന്ന ഭാഗം ടച്ച് ചെയ്താൽ ഏറ്റവും മുകളിൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമുക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്കിനു താഴെ കോൾ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് വീഡിയോ കോൾ, വോയിസ് കോൾ എന്നീ 2 ഓപ്ഷനുകൾ കാണാം. ഏതും ഉപയോഗിക്കാവുന്നതാണ്. ഈ ലിങ്ക് നമുക്ക് വാട്സപ്പ് വഴിയും ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ടും മറ്റു രൂപത്തിൽ ഷെയർ ചെയ്തുകൊണ്ടുമൊക്കെ മറ്റാളുകളെ അറിയിക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യവും ഈ ലിങ്ക് ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് കോൾ എങ്ങനെ ആരംഭിക്കാം എന്ന് നോക്കാം. അതിന് ഈ ലിങ്ക് ടച്ച് ചെയ്താൽ ഇപ്രകാരം നമുക്ക് കാണാം. അതിൽ ജോയിൻ എന്ന ഭാഗം ടച്ച് ചെയ്ത് മറ്റു ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതും ഉപയോഗിക്കാവുന്നതാണ്. കോൾ അവസാനിപ്പിക്കാൻ സാധാരണ ചെയ്യുന്നത് പോലെ റെഡ് ഭാഗം ടച്ച് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത്, നമുക്ക് വലിയ ഫയലുകൾ അയക്കണമെങ്കിൽ മറ്റു ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് 2 GB വരെയുള്ള ഫയലുകൾ അയക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഗാലറി എന്ന ഭാഗത്ത് നിന്നല്ലാതെ തൊട്ടടുത്തുള്ള ഡോക്യുമെൻ്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത് അതിൽ നിന്ന് നാം അയക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ സെലക്ട് ചെയ്ത ശേഷം സെൻഡ് എന്ന ഓപ്ഷൻ നൽകി സെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരമാണ് അവ കാണുക. അത് ടച്ച് ചെയ്താൽ ആ ഫോട്ടോസോ വീഡിയോസോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത്, ഫോട്ടോസ്, വീഡിയോസ് എന്നിവ ഒറ്റ തവണ മാത്രം നാം അയക്കപ്പെടുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് സാധാരണ നാം അയക്കുന്നത് പോലെ ഫോട്ടോസോ വീഡിയോസോ സെലക്ട് ചെയ്ത ശേഷം ആഡ് എ ക്യാപ്ഷൻ എന്നതിനു നേരെയുള്ള 1 എന്ന ഭാഗം ടച്ച് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ അയക്കുന്നവ മറ്റുള്ളവർക്ക് ഒന്നിലധികം തവണ കാണാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കില്ല. അത് ഇപ്രകാരമാണ് കാണുക. അഞ്ചാമത്തേത്, ലാസ്റ്റ് സീൻ, ഓൺലൈൻ എന്നിവ നാം ഉദ്ദേശിച്ചവർക്ക് മാത്രമായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ സെലക്ട് ചെയ്യൽ എങ്ങനെയെന്ന് നോക്കാം. അതിന് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന ഈ ഭാഗം ടച്ച് ചെയ്താൽ വരുന്ന ഓപ്ഷനുകളിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്. നാം സെലക്ട് ചെയ്തത് തന്നെ ഓൺലൈൻ എന്ന ഭാഗത്തും നൽകാവുന്നതാണ്. നാം നേരത്തെ ചെയ്ത വാട്സപ്പിലെ 7 ട്രിക്കുകൾ എന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സെലക്ട് ചെയ്ത ശേഷം നാം ഉദ്ദേശിച്ചവർക്ക് മാത്രമായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ ലാസ്റ്റ് സീൻ, ഓൺലൈൻ എന്നിവ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സെറ്റിങ്സുകളൊന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകളിലുള്ള എവരിവൺ നൽകിയാൽ എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് സീൻ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ താഴെയുള്ളത് നൽകിയാൽ നമ്മുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്ത എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അതിന് താഴെയുള്ളത് ടച്ച് ചെയ്ത് നമുക്ക് വേണ്ടാത്ത ആളുകളെ ഒഴിവാക്കാവുന്നതാണ്. നോബഡി എന്ന് നൽകിയാൽ ഒരാൾക്കും കാണാൻ സാധിക്കില്ല. ഓൺലൈൻ എന്നതും ഇപ്രകാരം സെറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നൽകിയാൽ എല്ലാവർക്കും ഓൺലൈൻ എന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ലാസ്റ്റ് സീനിൽ നൽകിയവർക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉപകാരമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ.